ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്നിവിടെ എൻ്റെ പരിപാടി വെച്ചെന്നാൽ PVC മോൾഡിങ്, ഫ്രെയിം ഉണ്ടാക്കൽ. ഒരുപാട് ചുമരിൻ്റെ മേലെ ഫ്രെയിം ഉണ്ടാക്കൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ വാളാർട്ടാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. PVC മോൾഡിങ് അട്ടടിയാന്ന് വരുക. അട്ടടി എന്ന് പറയുമ്പോൾ ഒരു 2.5 മീറ്റർ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഈ വാളിലേക്കാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഈ മോൾഡിങ് പലതരത്തിൽ അറിയപ്പെടും. ചാർക്കോൾ പാനലിങ്, PVC മോൾഡിങ്, വുഡൻ മോൾഡിങ് എന്നിട്ട് പലതരം. പണ്ടൊക്കെ വുഡൻ മോൾഡിങ് ആണ്, പിന്നെ പ്ലാസ്റ്റർ POPൻ്റെ മോൾഡിങ് ആണ് അധികം വരുന്നത്. ഈ അടുത്തായിട്ടാണ് ഇപ്പോൾ PVC മോൾഡിങ് വരുന്നത്. കുറച്ച് നല്ല ക്വാളിറ്റിയാണ്, അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വാങ്ങാം. ഞാനിത് വാങ്ങിയത് ആ വീഡിയോയിൽ കാണിച്ച പോലെ KL അബ്ദുൽ സത്താറിനാണ്. കണ്ണൂരിലെ ഒരു ഇന്നത്തെ എല്ലാ മെറ്റീരിയൽസും കിട്ടുന്നൊരു ഷോപ്പാണ്. മരത്തിൻ്റെ എന്ത് ഐറ്റംസ് ആയെങ്കിലും എല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതാണ് നമുക്ക് നിലവിൽ ഈ റൂമിൽ നമുക്ക് ഷോ വാളായിട്ട് കിട്ടിയത്. ഈ വാളാണ്. അതായത് പൂർണ്ണമായ വാള് പൂർണ്ണമായി നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിൽ അതിൻ്റെ സ്കൂടെ അലമാറിയോ ഒന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ട് നമുക്കൊരു പൂർണ്ണമായ ഷോ വാളായി കിട്ടിയ വാള് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ഇലക്ട്രിക്കിൻ്റെ പോയിൻ്റ് ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി ആ പോയിൻ്റ് നമുക്ക് ആ ഫ്രെയിമിൻ്റെ ഒരു സെൻറ്ററിൽ നമുക്കൊരു ലൈറ്റ് പോയിൻ്റ് എന്തായാലും ആവശ്യമുണ്ട്. ആ പണി ഞാൻ എടുക്കുന്നതുകൊണ്ട് ആ ബോക്സെല്ലാം ഒഴിവാക്കി ഒരു പൈപ്പ് ഇറക്കി ബെൻഡിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് സ്കില്ല് വേണ്ടത് ഇതിൻ്റെ ആ ചുമരിൻ്റെ ഘടനക്കനുസരിച്ച് നമ്മൾ അളവെടുക്കലാണ്. ചുമരിൻ്റെ ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ചായിരിക്കണം നമ്മൾ അതിൻ്റെ അളവെടുക്കേണ്ടത്. അളവെടുക്കുന്നതിന് 2 തരത്തിലുണ്ട്. ഒന്ന്, നമ്മളെ ആ പ്രൊഡക്റ്റ് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ വേണം നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ട്. വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണോ നമുക്കത് ഉൾക്കൊള്ളിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് യൂസ്ഫുൾ ആകും. അല്ലെങ്കിൽ ആ സ്ക്വയർ ഫീറ്റ് കണക്ക് നോക്കുമ്പോൾ നമുക്കത് ശരിക്കും ആ പൈസ നഷ്ടമാണ്. എൻ്റെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു പീസിന് അറൗണ്ട് 200 റുപ്പീസ് 220 റുപ്പീസ് വരുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് തന്നെ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ 8 പീസാണ് എടുത്തത്. അവിടെ തന്നെയായി നമുക്കൊരു 1600 ആ റേറ്റ് പ്രൈസ് വരുന്നത്. അതിന് പുറമേ നമുക്ക് ഗമ്മ് വാങ്ങണം, നൈല് വാങ്ങണം. പിന്നെ ലേബർ കോസ്റ്റ് പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ലേബർ കോസ്റ്റ് നമ്മളത് ചിന്തിക്കലുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ അളവ് കൃത്യമായി ശ്രദ്ധിക്കണം. കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് അതിനൊരു ക്ലാരിറ്റി, അതിനൊരു ഔട്ട്കം നമുക്ക് ഒരിക്കലും കിട്ടില്ല. എന്ത് കാര്യത്തിനും അളവ് നിർബന്ധമാണ്, ഇന്നത്തെ കാര്യത്തിന് പ്രത്യേകിച്ച്. കാരണം വെച്ചാൽ അപ്പർ ചെറിയൊരു ഇഞ്ച് മാറ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എടുത്ത് കാണിക്കും. ഇതിനാണ് കട്ട് ചെയ്യാൻ വേണ്ടി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെയാണ്. 45 ആംഗിൾ അങ്ങനത്തെ സോഫ്റ്റായ മെറ്റീരിയൽസൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹാർഡായ മരമൊന്നും വെച്ച് കട്ട് ചെയ്യാൻ കഴിയില്ല. എന്നാലും നമുക്കതിൻ്റെ അളവെടുത്ത് 45 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടി 45 കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ കോണളവ് നമുക്ക് അത് അറേഞ്ച് ആയിട്ടില്ല, അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ വളരെ ബോറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുറിച്ച് ലാസ്റ്റ് തീരലായിരിക്കും ഉണ്ടാവുക. ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ 23 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. 23 ഇഞ്ചിൻ്റെ 4 പീസാകുമ്പോൾ ചെറിയൊരു വേസ്റ്റേജ് നമുക്ക് വരുന്നുള്ളൂ. 24 കറക്റ്റ് എടുത്താൽ നമ്മൾ കട്ടിങ്ങിന് ചെറിയൊരു പാളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് 8 അടിയാണ്. അപ്പോൾ അത് 4 പീസായിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ 23 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. എൻ്റെ വീതി വരുന്നത് 23 ഇഞ്ച്, ഹൈറ്റ് വരുന്നത് 44 ഇഞ്ചാണ് ഹൈറ്റ് എടുത്തത്. അവിടുത്തെ സന്ദർഭം അനുസരിച്ചാണ്, ആ വാളിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് നമ്മളെ ഹൈറ്റും ലെങ്ത്തും നമ്മളെ ഐഡിയാസൊക്കെ തോന്നുന്നത്. നമ്മൾ പോയി അന്ന് അളവെടുത്തതിനാൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അല്ലാത്ത പക്ഷം നമ്മളെ ഈ അളവൊക്കെ ഒരു മെഷർമെൻറ്റൊക്കെ അതൊരു ഇതില്ലാത്ത കാര്യമായിരിക്കും. കാരണം നമ്മളവിടെ ആ സൈറ്റിലെത്തി നമ്മളത് ചെയ്യുമ്പോൾ ഉള്ള നമുക്കൊരളവ് കിട്ടും, ആ മെഷർമെൻറ്റ്. നോർമലി 2 ഫീറ്റ് 4 ഫീറ്റ് ആ റേഞ്ചിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് അവിടെ നിന്ന് കുറക്കാൻ കൂട്ടാം അതിൻ്റെ അനുസരിച്ചും. അതിൻ്റെ ഉള്ളിൽ നമ്മളെന്തെങ്കിലും ഫ്രെയിം ചെയ്യുന്നുണ്ടെങ്കിലോ ആർട്ടിഫിഷ്യലി അബ്സ്ട്രാക്റ്റ് ഇമേജ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള അളവ് ചെയ്യേണ്ടി വരും. ചില ക്ലയൻറ്റ്സ് അങ്ങനെ പറയും. ആ രീതിയിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ മാറി. ഇപ്പോൾ
ഐഡിയയിൽ ഇതാ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ എൻ്റെ ഐഡിയയിൽ ഞാനത് ഫിനിഷ് ചെയ്തത്. അതായത് 23 ഇഞ്ചിൻ്റെ വീതിയും ഹൈറ്റ് വരുന്നത് 4 ഫീറ്റ് ആയിരിക്കും. 2 സെക്ഷനായിട്ട് ഒരു വലിയ കള്ളി, 2 സെയിം കള്ളിയും നടുക്ക് ഒരു വലിയ കള്ളിയും, ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തായൽ 3, അതുപോലെ തന്നെ തായൽ 2 ഒരുപോലെയും നടുക്കുള്ള വീതി കൂടിയ ഭാഗം അതിൻ്റെ അതേ വീതിയിൽ സെയിം ഹൈറ്റിൽ തായൽ, അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തുടർന്ന് കാണാവുന്നതാണ്. ഞാൻ ഉപയോഗിച്ച പശ നെയിൽ ഫ്രീ ഗമ്മാണ്, ഫെവിക്കോളിൻ്റെ നെയിൽ ഫ്രീ ഗമ്മാണ്. നല്ല ടൈറ്റ് ഗമ്മാണ്. എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നെയിൽ വേണമെന്നില്ല. ഇതിൽ നെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാർക്ക് കാണും. അതുകൊണ്ട് തന്നെ നെയിൽ ഫ്രീ ഗമ്മാണ് ഏറ്റവും നല്ലത്. നെയിൽ ഫ്രീ ഗം യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡാണ്, പെട്ടെന്ന് സെറ്റാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായി അത് നമുക്ക് പ്രസ് ചെയ്താലും അതിൻ്റെ ഫിനിഷിങ് കിട്ടണം. നല്ലൊരു ചെറിയ ഹാമർ വെച്ച് അടിക്കണം. അല്ലാതെ നല്ലോണം പ്രസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നില്ല. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ്. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലട്ട് നമുക്ക് കാണില്ല. പിന്നെ നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോൾ 45 ആംഗിളും സ്പിരിറ്റ് ലെവലും എന്ത് തന്നെയായാലും നമ്മളത് വെച്ചിരിക്കണം. ചില സമയങ്ങൾക്ക് നമുക്ക് സ്പിരിറ്റ് ലെവൽ കിട്ടാത്ത പക്ഷം വളരെ ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ അടുത്ത് മട്ടമില്ല 90 ഡിഗ്രി വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലേറ്റാണ്, സ്വിച്ചിൻ്റെ പ്ലേറ്റാണ് ഉപയോഗിച്ചത്. അതിന് 90 ഡിഗ്രി മട്ടം സെയിം ആയിരിക്കും. അത് അവിടെ നിന്ന് സൈറ്റിൽ നിന്ന് എന്താണ് കിട്ടുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ഇടപാട്. സ്പിരിറ്റ് ലെവൽ എന്താണെന്ന് നിർബന്ധമാണ്. ഞാനിത് ഫിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ എങ്ങനെയാണോ ഇത് കള്ളി വെക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ നിങ്ങൾക്ക് താഴെ വീഡിയോ വെച്ച് കാണിച്ചതുപോലെ അത് ഞാൻ ആ ചുമരിലും അതുപോലെ ലൈനിട്ട് വരച്ചിട്ടുണ്ട് സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചിട്ട്. അല്ലാത്ത പക്ഷം നമുക്കിത് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത പക്ഷം ഇതിൻ്റെ അളവ് ശരിക്കും എടുത്ത് കാണിക്കും. സെയിം ലെവലിൽ പോയിട്ടില്ലെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സംഭവം കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ചെയ്യുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് മനസ്സിലായത്. പക്ഷേ അൽഹംദുലില്ലാ നമ്മളത് ചെയ്തിട്ടുണ്ട്. അത്ര പെർഫെക്ഷൻ ആയനോ ഇല്ലയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. കമൻറ്റ് സെക്ഷനിൽ എന്തായാലും എനിക്ക് അത് നിങ്ങൾ നല്ലതായാലും മോശമായാലും സജഷനായാലും എന്തു തന്നെ ആയാലും അതെന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കാണുന്ന മനസ്സിലാവും, 3 കള്ളിയിൽ ലോങ് കള്ളിയിൽ 2 സെയിമും 1 വീതി കൂടുകയാണ്. പക്ഷേ ഹൈറ്റ് സെയിമാണ് ഞാൻ ചെയ്തത്. അത് ഓരോ ക്ലയൻറ്റിൻ്റെ ഐഡിയ പോലെ ഇരിക്കും. ഇപ്പം എൻ്റെ ഐഡിയ ആണ്. ആക്ച്വലി ഇതെൻ്റെ പെങ്ങളെ റൂമാണ്. ആ വർക്ക് എടുക്കുമ്പോൾ ഞാനത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഏറ്റെടുത്ത വർക്കാണ്. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് വർക്കാണ്. ഇതിപ്പോൾ നിങ്ങൾ ആ ലൈറ്റ് പോയിൻ്റ് ഇപ്പോൾ കാണുന്നുണ്ടാകുന്ന തോന്നുന്നു ആ വീഡിയോയിൽ. ആ ലൈറ്റ് പോയിൻ്റ് ഞാൻ താഴ്ത്തി ആ ഫ്രെയിമിൻ്റെ ഏകദേശം ടോപ്പ് പോയിന്റിലാക്കി സെൻറ്ററിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൻട്രൽ ലൈറ്റ് വെക്കേണ്ടത്. മേലെ അയക്കാനാൽ നമുക്കത് ഫാൻസി ലൈറ്റ്സൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഉപയോഗിച്ചത് ഒരു പോയിൻ്റ് ലൈറ്റാണ്. അത് ലാസ്റ്റ് വീഡിയോയിൽ കാണും. ഇപ്പോൾ ഉള്ള നിലവിൽ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ ഗമ്മ് ഇട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ വീഡിയോ വെറുതെ നീട്ടിക്കൊണ്ട് പോകാനാണ്. അത് നമ്മൾ ആ ഗമ്മിടുക നല്ലവണ്ണം. അത് അവിടെ ഭയങ്കര തിക്നെസ്സോടെ വെക്കരുത്. കുറച്ച് തിക്നെസ്, ഒരു 1 mm 2 mm തിക്നെസ് വെക്കാൻ പറ്റും. കുറേ തിക്നെസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമരും ഈ ഫ്രെയിമുമായിട്ടുള്ള ഗ്യാപ്പ് കാണിക്കും. അതുകൊണ്ട് തന്നെ അത് പിന്നെ നമ്മൾ പൊട്ടിയിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലൊരു 2 mm 3 mm തിക്നെസ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ആ വീഡിയോ ലിങ്ക് കാണാൻ പറ്റും. ഞാനത് മാർക്ക് ചെയ്തത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഈ ഫ്രെയിമിൻ്റെ പ്രധാന ഘടകം എന്ന് വെച്ചാൽ മാർക്കിങ്ങും ആ 45 ഡിഗ്രി ആംഗിൾ കട്ടിങ്ങും മാത്രമാണ്. അത് രണ്ടും അറിഞ്ഞാൽ ഇതായിരിക്കും ചെയ്യാവുന്നതാണ്. സിമ്പിൾ പരിപാടിയാണ്. ഇനി നമ്മൾ നെയിൽ ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. നെയിൽ ഉപയോഗിക്കുന്ന വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ചുമര് ബെൻഡ് ഉണ്ടാവും. പൊട്ടിയിട്ടാലും എന്തിട്ടാലും ക്ലിയറായ ചെറിയൊരു ബെൻഡും കാര്യങ്ങളും. അപ്പോൾ ചിലത് നിൽക്കില്ല. അപ്പോൾ ചെറുങ്ങനെ നെയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ട് ആ ഒന്ന് സെറ്റായതിന് ശേഷം അത് നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കൊരു വേസ്റ്റായിട്ട് നമുക്കൊരു പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പീസ് നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടി. ആ ഐഡിയ ആണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഒന്നുമില്ല, നമ്മൾ ആ 2 ഫ്രെയിമിൻ്റെ നടുക്കായിട്ടുള്ള ഒരു 12 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മളൊരു സെൻട്രലൈസ് ആയിട്ട് സിംഗിൾ പീസ് വെച്ച് കൊടുക്കുന്ന വീഡിയോ ആണ്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ട്രെയിറ്റാണ് കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് ടൂളൊന്നും വെച്ച് കട്ട് ചെയ്യാൻ, നേരിട്ട് ആ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് 3 ലെങ്ത് ആയിട്ടാണ് കട്ട് ചെയ്തത്. ആ കട്ട് ചെയ്തിട്ട് അതിൻ്റെ
രണ്ട് അഗ്രഭാഗങ്ങളും ഷേപ്പ് ചെയ്തൊരു സർക്കുലർ മോഷനിലാക്കിയിട്ടാണ് ഞാനതവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ലിങ്ക് കാണാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നത് പോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് ആ ലൈന് കറക്റ്റ് ചെയ്തിട്ടാണ് ഞാനിത്, എന്നിട്ട് ലൈന് കണക്ട് ചെയ്തതിന് ശേഷവും ഞാനത് വെച്ച് നോക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അളവ് തെറ്റിക്കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും. അതിൻ്റെ വീഡിയോ അത് പൊട്ടി ഇട്ടതിന് ശേഷമാണ് ഞാനത് സെക്കൻഡ് പാർട്ട് ചെയ്തത്. പൊട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗ്രിപ്പ്നെസ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തെങ്കിലും സ്ക്രാച്ച് ചെയ്തിട്ട് മാത്രമേ, ആ വീഡിയോ കാണുന്ന പോലെ ഞാൻ ബ്ലേഡ് കൊണ്ട് സ്ക്രാച്ച് ചെയ്തതാണ്. അല്ലെങ്കിൽ ആ ഗമ്മ് പിടിക്കും, വിഷയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭാവിയിൽ അത് ഇളകി വരും. പക്ഷെ നമ്മളത് സ്ക്രാച്ച് ചെയ്തിട്ട് ചെയ്തെങ്കിൽ നമുക്കത് സ്ട്രോങ്ങിൽ നിൽക്കും. ഇപ്പോൾ കാണുന്നത് പോലെ ഞാനത് മൂന്നും ഒട്ടിച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നെയിൽ ഉപയോഗിക്കണം. ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നെയിൽ ഉപയോഗിക്കണം. അത് ഞാൻ ആ മുട്ടിയാണ് ഉപയോഗിച്ചത്. വലിയ മരക്കുട്ട പോലത്തെ ഹാമറും വെച്ച് അടിച്ചേക്കരുത്, പൊളിഞ്ഞു പോകും. ചെറിയ യൂസ് ചെയ്യുന്ന ഹാമർ യൂസ് ചെയ്തിട്ട്, ഹാമറോ അല്ലെങ്കിൽ ഉള്ളിയോ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറിൻ്റെ തള്ളയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആയുധം പോലെ ഇരിക്കും. എൻ്റെ അടുത്ത് ടൂൾസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വിഷയമൊന്നുമില്ല. ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഔട്ട്കം കിട്ടിയത്. ഈ രീതിയിലാണ് നമുക്ക് ഈ ഫ്രെയിം വർക്ക് കിട്ടിയിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ പക്ക ലൈനും വെച്ച് ലെവലൊക്കെ വെച്ച് ചെയ്താൽ നമുക്ക് ഈ ഔട്ട്കം തന്നെ കിട്ടും. അല്ലാത്ത പക്ഷം അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഇത് ഞാൻ ചെയ്തെടുത്ത് ഫുൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിരുന്നു. ഇത് പെയിൻറ്റ് ചെയ്തത് നമ്മൾ ഡെസേർട്ട് സാൻഡിൽ എന്നൊരു കളറാണ്. എനിക്ക് ഇഷ്ടമുള്ള കളറ് വെറൈറ്റി കളറുണ്ട്. ഈ ടൈപ്പ് ഫ്രെയിമൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഈ റൂമിൻ്റെ തീമിനനുസരിച്ചുള്ള കളറാണ് നമ്മൾ ചെയ്തത്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.